ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻ ലാൽ അണിയിച്ചൊരുക്കി ഈ ഓണക്കാലത്ത് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം ARM എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രം വിജയകരമായിട്ടുള്ള രണ്ടാമത്തെ ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. റെക്കോർഡ് കളക്ഷനാണ് ചിത്രത്തിന് ദിവസം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ വർക്കിംഗ് ഡേ ആയിട്ട് പോലും ചിത്രം 13ാം ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും അതോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എത്ര കളക്ട് ചെയ്ത് നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മണിയൻ, അജയൻ, കുഞ്ഞിക്കേള് തുടങ്ങിയ 3 കഥാപാത്രങ്ങളെ ടൊവിനോ തോമസിന്റെ അഴിഞ്ഞാടിയ ചിത്രമായിരുന്നു അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ. കൃതി ഷെട്ടി, സുരഭി ലക്ഷ്മി, ഐശ്വര്യ രാജേഷ് തുടങ്ങിയവരും അതോടൊപ്പം തന്നെ ബേസിൽ ജോസഫ്, ഹാരിഷ് ഉത്തമൻ തുടങ്ങിയവരും മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയ ചിത്രം ദിനം പ്രതി വമ്പൻ കളക്ഷൻ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രം 13ാം ദിവസം കേരള ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 1,10,00,000 രൂപ, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 1,75,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം ചിത്രം 89 കോടിയോളം മറികടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക. എന്തൊക്കെയാണ് ടൊവിനോ തോമസിന്റെ കരിയറിലെ ആദ്യത്തെ സോളോ 100 കോടി ചിത്രമായിട്ട് അജയന്റെ രണ്ടാം മോഷണം മാറുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലും കാത്തിരിപ്പിലുമാണ് പ്രേക്ഷകർ. ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ ഉയർത്താൻ സാധിക്കുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ജൂനിയർ NTR കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന തേവര എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയത്തിലോട്ട് നീങ്ങിയ ഒരുപക്ഷെ അജയന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഉൾക്കാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട.